ശംഖ് ചക്ര ഗദാ പത്മധാരിയായിട്ടാണ് നമുക്ക് എപ്പോഴും ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുക. എപ്പോഴും വിഷ്ണുവിൻ്റെ കയ്യിൽ താമരപ്പൂ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അങ്ങനെയുള്ള താമരയ്ക്കുള്ള അഹങ്കാരവും ഈശ്വരൻ ആ അഹങ്കാരം മാറ്റിക്കൊടുത്ത കഥയും നമുക്ക് നോക്കാം. അപ്പോൾ താമരപ്പൂ എപ്പോഴും വിചാരിക്കും തൻ്റെ ആ ഭംഗി കൊണ്ടാണ് ഭഗവാൻ എപ്പോഴും തന്നെ വലങ്കൈ തന്നെ പിടിച്ചിരിക്കണം. ശംഖ് ചക്രം ഗദ എന്നൊക്കെ പറയുന്നത് ആയുധങ്ങളായിട്ട് ഭഗവാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ പത്മം എപ്പോഴും തൻ്റെ സൗന്ദര്യം കൊണ്ടാണ് ഭഗവാൻ അത് കയ്യിൽ പിടിച്ചിരിക്കണമെന്നാണ് താമരപ്പൂ എപ്പോഴും വിചാരിച്ചിരിക്കണം. അല്ലെങ്കിൽ പൂക്കളിൽ ഏറ്റവും സൗന്ദര്യം താമരയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ എത്രയോ പുഷ്പങ്ങളുണ്ട്, ഭഗവാൻ അതൊന്നും പിടിക്കാണ്ട് താമരപ്പൂ പിടിച്ചിരിക്കുന്നത് തൻ്റെ സൗന്ദര്യം കൊണ്ടാണെന്നാണ് താമരയുടെ വിചാരം. അങ്ങനെ താമര ഇതൊക്കെ വിചാരിക്കുമ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ കാലിലാണെങ്കിൽ തുളസിപ്പൂ ഉണ്ട്. അപ്പോൾ ആ തുളസിപ്പൂവിനെ കുറേ കളിയാക്കുകയും ചെയ്തു. എത്രയൊക്കെ തന്നെ ആയാലും തുളസിപ്പൂവിന് ഭഗവാന്റെ കാലിലാണല്ലോ സ്ഥാനം എന്നൊക്കെ